ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്യാമിനെ കുറിച്ച് അമ്മായി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ശ്യാമിന്റെയും അതുപോലെ തന്നെ ശ്രുതിമോളുടെ വിവാഹം നടത്താന്ന് പറയുമ്പോൾ ശ്രുതിയുടെ അച്ഛനും അമ്മയും പറയേണ്ടത് അത് ഇങ്ങനെ ശരിയാവും ചേച്ചി, എങ്ങനെ ശരിയാവും, ആ ചേച്ചി നിൽക്കുമ്പോൾ എങ്ങനെ നീതിയുടെ വിവാഹം നടത്തുക എന്ന് പറയുമ്പോഴേക്കും അമ്മായി പറയണ്ട, പ്രീതി നല്ല മോളാ, അവളുടെ ഒരു വിവാഹം മുടങ്ങി വെച്ചിട്ട് അവളുടെ സ്വഭാവം വെച്ചിട്ട് ഒരുപാട് പയ്യന്മാര് അവൾക്ക് ഇനി നല്ല ആലോചനകൾ വരും. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ശ്രുതിക്ക് വന്ന് നല്ലൊരു ആലോചന വേണ്ടെന്ന് വെക്കണോ? ഞാൻ പറഞ്ഞല്ലോ, കൃഷ്ണ ഭഗവാനായിട്ട് തന്ന ഒരു പയ്യനാണ് ശ്യാമ. അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹം നടത്താം. അതൊക്കെ പണ്ടത്തെ കാലത്താ, ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് അനിയത്തിയുടെ വിവാഹം നടക്കാൻ പാടുള്ളൂ എന്നൊക്കെ. ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും നോക്കുന്നൊന്നും ഇല്ല എന്നൊക്കെ അമ്മായി പറയുവാണ്. അതിനെക്കുറിച്ച് നമ്മുടെ ശ്രുതിയുടെ അമ്മയും അച്ഛനും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ, കാരണം ശ്യാമിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അവരങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാവണ്യ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അശ്വിൻ്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുക്കുമ്പോഴേക്കും അശ്വിൻ എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കൊടുക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, ദേ ലാവണ്യ, എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുവാണ്. നീ ആദ്യം നിന്റെ ഈ കോലം മാറ്റി, നീ ഇപ്പൊ ആ ശ്രുതിനെ പോലെ തന്നെയാ ഡ്രസ്സ് ചെയ്യണതും സംസാരിക്കണതും എല്ലാം അവളെ പോലെ തന്നെയാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ലാവണ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. ലാവണ്യ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, കുഞ്ഞ, എനിക്കറിയാം നീ എന്തുകൊണ്ടിട്ടാണ് വിവാഹത്തിന് ഇത്ര വെറുക്കുന്നതെന്നുള്ള കാര്യം. നമ്മുടെ അച്ഛനും അമ്മയും എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ അശ്വിൻ പറയും, വേണ്ട ചേച്ചി, അവരുടെ കാര്യം പറയണ്ട എന്ന് പറയുമ്പോൾ, അല്ല നീ അതുകൊണ്ടല്ലേ വിവാഹം വെറുക്കണതെന്ന് പറയുമ്പോൾ, ചേച്ചി പ്ലീസ് അവരുടെ കാര്യം പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയണം. അതിനുശേഷം അശ്വിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ജോലിക്ക് വീണ്ടും വരുമ്പോഴേക്കും നമ്മുടെ ലാവണ്യം അതുപോലെ തന്നെ ശ്രുതിയും കൂടി സംസാരിക്കുകയാണ്. ലാവണ്യ പറയുന്നുണ്ട്, ASR ഭയങ്കര ദേഷ്യത്തിലാണെന്നൊക്കെ പറയാണ്, ഞാൻ നിന്നെപ്പോലെ ആയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാണ് പറയാണ്, ദേഷ്യം നിന്നോടാണ് ഏറ്റവും കൂടുതൽ കാർട്ടൂൺ ബേബി എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല മാഡം, അതൊക്കെ ഞങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം എന്ന് പറയുവാട്ടോ. അതിനുശേഷം നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ഓടിപ്പോകാൻ വേണ്ടി നോക്കുമ്പോഴേക്കും നമ്മുടെ ലാവണ്യക്ക് ഒരു ഫോൺ വരുവാണ്. ഞാൻ ഇപ്പോൾ വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ലാവണ്യ ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് പോവാണ്. ആ സമയത്ത് അഞ്ജലി അവിടെ ഉണ്ടാവും കേട്ടോ. അഞ്ജലിയും ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോവാണ്. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, ഇവിടെ ഇപ്പം ആരുമില്ല, ഞാനും നീയും മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ പോകാൻ പോകുമ്പോഴേക്കും ശ്രുതിയുടെ കയ്യിലൊരു പാത്രം ഉണ്ടാവും. അത് പൊടിയിട്ടേക്കുന്ന പാത്രമാണ്. അത് നിലത്ത് വീഴുവാണ്. ഹിന്ദിയിലെ നിലത്ത് വീഴുവാട്ടോ ആ പാത്രം. നിലത്ത് വീഴുമ്പോഴേക്കും ആ പാത്രത്തിന്റെ പൊടി ഫുള്ളും നമ്മുടെ അശ്വിന്റെ മുഖത്തേക്ക് വീഴാണ്. ആ സമയത്ത് നമ്മുടെ മനോരമ വരുന്നുണ്ട്, എന്താ ഇവിടെ ബഹളം എന്ന് ചോദിച്ചിട്ട് വരുവാട്ടോ. ആ സമയത്ത് നമ്മുടെ അശ്വിൻ പറഞ്ഞിട്ട്, ഒന്നുമില്ല ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാണ്. ആ സമയം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, വളരെ നന്ദിയുണ്ട് ഈ സമയത്ത് മാഡം ഇവിടെ വന്നതിലെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുവാട്ടോ. അതിനുശേഷം വീണ്ടും നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ്. ഞാൻ വിളിച്ചപ്പോൾ നീ എന്തിനാ ഫോൺ കട്ട് ചെയ്തതെന്ന് പറയേ നീ എന്തിനാ ഫോൺ കട്ട് ചെയ്തത്, പറ ശ്രുതി, ഞാൻ നിന്നോടാ ചോദിക്കണേ, എന്തിനാ ഫോൺ കട്ട് ചെയ്തെന്ന് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി പെട്ടെന്ന്, അയ്യോ എന്നെ അമ്മേ, എനിക്ക് തല കറങ്ങണേ എന്ന് പറയാണ്. അയ്യോ എന്ത് പറ്റി ശ്രുതി, എന്ത് പറ്റി എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, എനിക്ക് തല കറങ്ങണം സാർ, എനിക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് വെള്ളം വേണം എന്ന് പറയുവാട്ടോ. ആ സമയത്ത് നമ്മുടെ അശ്വിൻ, ശരി ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേഗം അടുക്കളയിലേക്ക് ഓടിപ്പോകുവാണ്. ആ സമയത്ത് ശ്രുതി, രക്ഷപ്പെട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് ഓടുവാട്ടോ. ഓടുമ്പോഴേക്കും വാതിൽ അടക്കണ സമയത്ത് ശ്രുതിയുടെ ഷോള് വാതിലിൽ കുടുങ്ങും. ആ സമയത്തിന് അശ്വിൻ വെള്ളമായിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോഴാണ് അശ്വിനെ മനസ്സിലാവുന്നത് ശ്രുതി അഭിനയിച്ചാണ്. ശ്രുതിക്ക് ദാഹവും തലകറക്കവും ഒന്നും തന്നെ ഇല്ല, എല്ലാം ശ്രുതിയുടെ അഭിനയമായിരുന്നെന്ന് അശ്വിൻ മനസ്സിലാക്കുമ്പോൾ അശ്വിന് ഒന്നുകൂടി ദേഷ്യം കൂടുവാട്ടോ. ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റു വീട്ടിൽ നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് care, bye bye.